നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. മണിക്കൂറുകൾ നീണ്ട വൈദ്യുതി മുടക്കം ജനം വിയർത്തു കുളിച്ചു. വൈദ്യുതി മുടക്കം സ്ഥാപനങ്ങളെയും ഹോട്ടലുകളെയും പ്രതികൂലമായി ബാധിച്ചു. ചൂടുകൊണ്ട് വലയുന്ന ജനങ്ങൾക്ക് വൈദ്യുതി വകുപ്പിന്റെ ഷോക്ക് ട്രീറ്റ്മെന്റ്. വൈദ്യുതി നിയന്ത്രണത്തിന്റെ പേരിൽ ജനങ്ങളെ കൊലവിളിക്കുന്ന അധികൃതരുടെ നിലപാടിനെതിരെ വ്യാപക പ്രതിഷേധം. ഉപ്പുവെള്ളം കത്തുന്നു. യുവമോർച്ച പ്രവർത്തകർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഗരാവോ ചെയ്തു. ബാർ വിഷയത്തിൽ ഡിവൈഎഫ്ഐ പ്രക്ഷോഭത്തിലേക്ക്. ഡിഫി പ്രവർത്തകർ കാസർകോട്ട് മന്ത്രി ബാബുവിന്റെ കോലം കത്തിച്ചു. ജില്ലയിൽ വാഹന പരിശോധന കർശനമാക്കുന്നു. നിലവാരമില്ലാത്ത ഹെൽമറ്റ് ധരിക്കുന്നവർക്കെതിരെ നടപടിയുണ്ടാവും. വിശദമായ വാർത്തകളിലേക്ക്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന വൈദ്യുതി മുടക്കം ജനങ്ങൾക്ക് ദുരിതമായി. വൈദ്യുതി മുടക്കം സ്ഥാപനങ്ങളെയും ഹോട്ടലുകളെയും പ്രതികൂലമായാണ് ബാധിച്ചത്. KV സബ്സ്റ്റേഷൻ പണി അതിവേഗം തീർക്കാനുള്ള അധികൃതരുടെ നടപടിക്ക് ലൈക്കെടുക്കുമ്പോഴും ജനങ്ങൾക്ക് പറയാനുള്ളത് പരാതിയും പരിഭവങ്ങളും മാത്രം. മണിക്കൂറുകൾ ഇടവിട്ടുള്ള ലോഡ് ഷെഡിംഗ് ചുട്ടുപൊള്ളുന്ന ജനങ്ങളെ തീക്കടലിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. വിദ്യാനഗറിലുള്ള കാസർകോട്ട് 110 KV സബ്സ്റ്റേഷൻ പണി നടക്കുന്നതിന്റെ പേര് പറഞ്ഞാണ് 2 ദിവസമായി നഗരത്തിലും പരിസരങ്ങളിലും ഇടവിട്ട് ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിച്ചത്. കൊടും വേനലിൽ ജനങ്ങൾ ദുരിതം പേറുന്ന സമയത്ത് ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിച്ചത് ഇരട്ടപ്രഹരമായി. നിരന്തരമായ വൈദ്യുതി മുടക്കം പല സ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചു. പുറത്ത് ചൂട് തിളച്ചുമറിയുമ്പോൾ ഫാനിന്റെ കാറ്റില്ലാതെ വീട്ടിനുള്ളിൽ പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പല ATM കൗണ്ടറുകളും പ്രവർത്തനരഹിതമായി. മഴ തുടങ്ങിയാലും തീർക്കാമായിരുന്ന ജോലിയാണ് ഈ കടുത്ത വേനലിൽ തന്നെ തീർക്കുവാൻ വേണ്ടി അധികൃതർ തീരുമാനിച്ചത്. വേനൽക്കാലത്ത് വൈദ്യുതി നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അധികൃതർ ഏപ്രിൽ മാസത്തിൽ തന്നെ ഇതിനുവേണ്ടി തെരഞ്ഞെടുത്തത്. എന്നാൽ ഈ നടപടി ശരിയായില്ലെന്ന് കാസർകോട്ടെ വ്യാപാരിയായ സുരേഷ് കുമാർ പറഞ്ഞു. പൊതുവെ കാസർഗോഡ് കറണ്ട് സമയത്തും ഇടയ്ക്കിടയ്ക്ക് പോക്ക് വരുത്തന്നെയുള്ളത്. എപ്പോഴും ഒരു കണ്ണുപത്തി കളി പോലെയാണ് കറണ്ട് കളിക്കല് കാസർഗോഡ്. ഈ സമയത്ത് ഇപ്പോൾ ഈ വർക്ക് ചെയ്യുന്നത് ഒരു 2-3 മാസം മുമ്പ് ചെയ്തിരുന്നെങ്കിൽ ജനത്തിന് ഇത്ര ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. ഈ ചൂട് സമയത്ത് ഇത്ര ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ് ഈ സമയത്ത് ഇലക്ട്രിസിറ്റി ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന് ഒരു പരിഹാരം ആയത്ര ചെയ്തു തരണം. ബുധനാഴ്ച രാത്രിയും വ്യാഴാഴ്ച പകലും കാസർഗോഡ് ശരിക്കും വിയർത്തു. ജോലി ചെയ്യാനാവാതെ പലരും പ്രയാസപ്പെട്ടു. കമ്പ്യൂട്ടറുകളും മറ്റും നിലച്ചതിനാൽ പല ഓഫീസുകളിലും പണിമുടങ്ങി. സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ മുങ്ങിയതായും പറയപ്പെടുന്നു. ജനറൽ ആസ്പത്രിയിൽ വ്യാഴാഴ്ച ജനറേറ്റർ പ്രവർത്തനവും നിലച്ചു. ഇതോടെ രോഗികളും വലഞ്ഞു. ജനറേറ്ററും വൈദ്യുതിയുമില്ലാത്തതിനാൽ ലിഫ്റ്റ് പ്രവർത്തനവും തടസ്സപ്പെട്ടു. അത്യാഹിതം സംഭവിച്ച രോഗികളെ ചുമന്ന് വേണം മുകളിലെത്തിക്കാൻ. 30 വരെയാണ് വൈദ്യുതി നിയന്ത്രണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഴക്കാലത്ത് നടത്താമായിരുന്ന ജോലിയെ തിരക്കിട്ട് നടത്തിയത് വൈദ്യുതി ലാഭിക്കാനുള്ള തന്ത്രമായിരുന്നുവെങ്കിലും ഇത് ജനങ്ങളോടുള്ള കടുത്ത വെല്ലുവിളിയാണെന്ന ആക്ഷേപം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കനത്ത ചൂട് സഹിക്കാനാവാതെ വിയർക്കുന്ന ജനങ്ങൾക്ക് വൈദ്യുതി വകുപ്പിന്റെ ഷോക്ക് ട്രീറ്റ്മെന്റ്. വൈദ്യുതി നിയന്ത്രണത്തിന്റെ പേരിൽ കാസർഗോട്ട് ജനങ്ങൾ ദുരിതം പേറുകയാണ്. KCB നിലപാടിനെതിരെ പ്രതിഷേധം വ്യാപകമാവുന്നുണ്ട്. ചൂടുകൊണ്ട് വിയർക്കുന്ന കാസർകോട്ടെ ജനങ്ങൾക്ക് വൈദ്യുതി വകുപ്പിന്റെ വക ഷോക്ക് ട്രീറ്റ്മെന്റ്. വൈദ്യുതി മുടക്കം പതിവാക്കിയാണ് വേനൽക്കാലത്ത് അധികൃതർ ജനങ്ങളെ ദ്രോഹിക്കുന്നത്. അസഹനീയമായ ചൂടിൽ ജനങ്ങൾ വിയർത്തൊലിക്കുമ്പോൾ മുന്നറിയിപ്പില്ലാതെ ജില്ലയിൽ വൈദ്യുതി ബന്ധം നിലക്കുന്നത് പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ജില്ലയിലെ ചിലയിടങ്ങളിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചു. വിദ്യാനഗർ സബ്സ്റ്റേഷനിൽ വൈദ്യുതി ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് വൈദ്യുതി മുടക്കം പതിവാകുന്നതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. ഈ സബ്സ്റ്റേഷനിൽ സപ്ലൈ വിതരണത്തിനായി 2 10 MVA ട്രാൻസ്ഫോമറുകളാണ് ഉള്ളത്. 2 ട്രാൻസ്ഫോമറുകളും കാലപ്പഴക്കമേറിയതും അതായത് 90കളിൽ സ്ഥാപിച്ച ട്രാൻസ്ഫോമറുകളാണ്. ഇതിൽ പല ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് വാല്യൂ വളരെ മോശമാണ്. അതായത് ഏത് സമയത്തും ഇത് ഒരു ഡേഞ്ചർ അവസ്ഥയിൽ വരുന്ന വിധത്തിലുള്ള വാല്യൂകളാണ് ടെസ്റ്റ് റിസൾട്ടായിട്ട് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈ രണ്ടും മാറ്റാനുള്ള ഒരു തത്വത്തിൽ ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്. 30/4/2014 ഇത് പ്രവർത്തനം പൂർത്തീകരിച്ചിട്ട് ഈ 20 MVA ട്രാൻസ്ഫോമർ പ്രവർത്തനത്തിലിടാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങളുടെ ആ വിധത്തിലാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ മാസം 31 വരെ വൈദ്യുതി നിയന്ത്രണം തുടരുമെന്നും അധികൃതർ പറയുന്നു. ജനങ്ങൾ ചൂടുകൊണ്ട് വലയുന്ന ഈ സമയത്ത് തന്നെ പ്രവർത്തനം നടത്തുവാൻ അധികൃതർ തീരുമാനിച്ചത് തെറ്റായ നടപടിയെന്നാണ് പൊതുവെയുള്ള ആരോപണം. വൈദ്യുതി വകുപ്പിന്റെ അനാസ്ഥയെ തുടർന്ന് വീടുകളിൽ കഴിയുന്നവർ ഉപകരണങ്ങൾ പ്രവർത്തിക്കുവാനാവാതെ ചൂടുകൊണ്ട് വെന്തു നീറുകയാണ്. ഇടയ്ക്കിടെയുണ്ടാകുന്ന വൈദ്യുതി മുടക്കവും വോൾട്ടേജ് ക്ഷാമവും ഐസ്ക്രീം കടകളുടെയും ഹോട്ടലുകളുടെയും പ്രവർത്തനങ്ങളെയും സാരമായി ബാധിച്ചിരിക്കുകയാണ്. സ്വതവേ എന്നും അവഗണിക്കപ്പെടുന്ന കാസർഗോഡ് ജില്ലയെ വൈദ്യുതി വകുപ്പും കൈവിട്ടത് വ്യാപകമായ പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്.
ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാതെ വൈദ്യുതി മുടക്കവും വോൾട്ടേജ് ക്ഷാമവും പരിഹരിക്കുന്നതിനുള്ള നടപടികൾ വൈദ്യുതി വകുപ്പ് ഉടൻ തന്നെ കൈക്കൊള്ളണമെന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉപ്പുവെള്ളം കത്തുന്നു. നഗരത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച രംഗത്ത്. യുവമോർച്ച പ്രവർത്തകർ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഗരാവോ ചെയ്തു. കുപ്പികളിൽ ഉപ്പുവെള്ളം നിറച്ചുകൊണ്ടായിരുന്നു യുവമോർച്ച പ്രവർത്തകർ എത്തിയത്. തുടർന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഗരാവോ ചെയ്യുകയും ചെയ്തു. ഞങ്ങൾക്ക് വേണ്ടത് നീതിയാണ്, ഞങ്ങൾക്ക് വേണ്ടത് നീതിയാണ്. ഞങ്ങൾക്ക് കത്തികളക്കും നാണംകെട്ടൊരു ഉദ്യോഗസ്ഥര്, നാണംകെട്ടൊരു ഉദ്യോഗസ്ഥര് രാജിവെച്ചു പോപ്പു. ഞങ്ങൾ ജീവജലത്തിനു വേണ്ടി, ഞങ്ങൾ ജീവജലത്തിനു വേണ്ടി ഞങ്ങൾ പ്രാണം വെടിയും സമരം ചെയ്യാൻ ഉപ്പുജലങ്ങൾ മാറ്റി നൽകി, ഉപ്പുജലങ്ങൾ മാറ്റി നൽകി, ഉപ്പുജലങ്ങൾ മാറി സർക്കാരെ. അത് പൈസ അടച്ചിട്ട് ഈ വിഷം നിങ്ങൾ കുടിപ്പിക്കുകയാണ് സർക്കാർ. ഞങ്ങൾ ഉദ്യോഗസ്ഥന് ഒരു ഒറ്റപ്പെട്ടതല്ല. അപ്പൊ അതിനെതിരെ അതിൽ നിങ്ങളൊരു ബദൽ സംവിധാനം കാണണം. ഈ വെള്ളം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിശക്തമായിട്ട് പ്രതികരിക്കും. ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഞങ്ങൾ BJP തന്നെ മുമ്പോട്ട് വരും. രാവിലെ വിദ്യാനഗർ വാട്ടർ അതോറിറ്റി ഓഫീസിലാണ് യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം അരങ്ങേറിയത്. വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PR ഉഷിയാണ് യുവമോർച്ച പ്രവർത്തകർ ഗരാവോ ചെയ്തത്. കഴിഞ്ഞ കുറെ നാളുകളായി ജനങ്ങൾക്ക് കുടിവെള്ളത്തിനായി വിതരണം ചെയ്യുന്നത് ഉപ്പ് കലർന്ന വെള്ളമാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും യുവമോർച്ച പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് PR സുനിൽ നേതൃത്വത്തിലായിരുന്നു സമരം. ഡിവൈഎഫ്ഐ പ്രവർത്തകർ മന്ത്രി K ബാബുവിന്റെ കോലം കത്തിച്ചു. ബാർ ലൈസൻസ് നൽകാൻ കോഴ വാങ്ങിയെന്നാരോപിച്ചായിരുന്നു കോലം കത്തിച്ചത്. കാസർകോട്ടായിരുന്നു സംഭവം. പുതിയ ബസ് സ്റ്റാൻഡിലെ സർക്കിൾ ചുറ്റിയെത്തിയ പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു. ബാർ ലൈസൻസ് നൽകാനുള്ള കാര്യത്തിൽ മന്ത്രി K ബാബു കോഴ നൽകിയെന്നാരോപിച്ചായിരുന്നു പ്രവർത്തകർ സംഗമിച്ചത്. നിശാന്ത്, ശിവപ്രസാദ്, C ഉദയകുമാർ, അനിൽ ചെന്നിക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലയിൽ വാഹന പരിശോധന വീണ്ടും കർശനമാക്കുന്നു. നിലവാരമില്ലാത്ത ഹെൽമറ്റ് ധരിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് RTO അറിയിച്ചു. വർദ്ധിച്ചുവരുന്ന റോഡപകടങ്ങൾ കണക്കിലെടുത്ത് ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പ് വാഹന പരിശോധന കർശനമാക്കുന്നു. ഹെൽമറ്റ് പരിശോധന ഊർജിതപ്പെടുത്തിയതോടെ ജില്ലയിൽ അപകട നിരക്ക് കുറഞ്ഞിരുന്നു. ഹെൽമറ്റ് ധരിക്കുന്നവരുടെ എണ്ണത്തിൽ വർദ്ധിക്കുന്നതെന്ന് RDO പ്രകാശ് ബാബു പറഞ്ഞു. ഇപ്രകാരമുള്ള വാഹനമോടിക്കലും കുറ്റകരമാണ്. ജില്ലയിൽ 3ാം ഘട്ടം പദ്ധതി പ്രകാരം ഷാഡോ ചെക്കിംഗിൽ ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ്, മൊബൈൽ ഫോൺ, ട്രിപ്പിൾ റൈഡിംഗ്, ഇടതുവശത്ത് കൂടിയുള്ള മറികടക്കൽ, നിയമാനുസൃതമല്ലാത്ത വിധം നമ്പർ പ്ലേറ്റ് പ്രദർശിപ്പിക്കൽ തുടങ്ങിയ 3000-ഓളം കേസുകൾ 3 മാസത്തിനകം കണ്ടെത്തി. 2500-ലധികം ആളുകൾ തിരുത്തൽ ക്ലാസുകളിൽ പങ്കെടുത്ത് പിഴ അടച്ചിട്ടുള്ളതായും RTO അറിയിച്ചു. അപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് അടിയന്തര സഹായം എത്തിക്കുന്നതിന്റെ ഭാഗമായി ട്രോമ കെയർ കാസർഗോഡ് എന്ന സംവിധാനം ജില്ലയിൽ നടപ്പിൽ വരുത്തുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ്. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ നികുതി ഇനത്തിൽ 1.5 കോടിയിലധികം രൂപ കുടിശ്ശിക സമാഹരിക്കുവാനും വാർഷിക വരുമാനം സംസ്ഥാന ശരാശരിയേക്കാൾ മുകളിൽ 76.24% സമാഹരിക്കുവാനും ജില്ലയിലെ മോട്ടോർ വാഹന വകുപ്പിന് കഴിഞ്ഞു. വാഹന പരിശോധന നവീകരിക്കുന്നതിന്റെയും ഊർജിതപ്പെടുത്തുന്നതിന്റെയും ഭാഗമായി ആധുനിക ക്യാമറകളും ഇൻസ്പെക്ടർ വാഹനവും ജില്ലയിൽ പ്രാവർത്തികമാക്കുമെന്നും RTO അറിയിച്ചു. സിവിൽ പോലീസ് ഓഫീസർമാർക്ക് റോഡ് സുരക്ഷാ പരിശീലന പരിപാടിയുടെ ഭാഗമായി വെള്ളിയാഴ്ച ക്ലാസ് നൽകും. അടോട്ട് തെരുവുങ്കാൽ തറവാട്ട് വയനാട്ടുകൊലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് ഭക്തി നിർഭരമായ സമാപനം. അനുഗ്രഹം തേടി ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. അടോട്ട് തെരുവുങ്കാൽ തറവാട് വയനാട്ടുകൊലവൻ തെയ്യങ്കെട്ട് മഹോത്സവം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ സമാപനമായി. ബുധനാഴ്ച രാവിലെ കാർന്നോൻ തെയ്യവും കോരച്ചൻ തെയ്യവും അരങ്ങിലെത്തി. തുടർന്ന് കണ്ടനാർക്കേളം തെയ്യവും ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിയാനെത്തി. ഭക്തിനിർഭരമായ കാഴ്ചകളാണ് നാം സാക്ഷി വഹിച്ചുകൊണ്ടിരിക്കുന്നത്.
വയനാട്ടുകുലവൻ തെയ്യവും അരങ്ങിലെത്തിയതോടെ ഭക്തജനങ്ങൾക്ക് അത് അപൂർവ അനുഭവമായി. പാലന്തായി കണ്ണനെ കടലക്കുളത്തിന്റെ തേജോരൂപൻ മംഗലാപുരം കോവിൽ കുടുപ്പാട് തറവാട്ടിൽ നിന്നും പാലന്തായി കണ്ണൻ ഒരു നിയോഗം പോലെ ചുരുക്കപ്പുറത്തേക്ക് മലനാട്ടിലെത്തിച്ച വിഷ്ണുമൂർത്തി തെയ്യവും വയനാട്ടുകുലവൻ തെയ്യത്തോടൊപ്പം കെട്ടിയാടി. ദശാബ്ദങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം നടന്ന തെയ്യംകെട്ടുത്സവത്തിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. JC കാഞ്ഞങ്ങാട് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. SSLC പരീക്ഷ പാസായ വിദ്യാർത്ഥികൾക്ക് ശരിയായ ലക്ഷ്യബോധം നൽകുന്നതിന്റെ ഭാഗമായാണ് JCI കാഞ്ഞങ്ങാടും 10 കമ്പ്യൂട്ടേഴ്സും ചേർന്ന് കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചത്. സബ് കളക്ടർ ജീവൻ ബാബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പണ്ട് അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ 6 ദിവസം തുല്യമായിട്ടുള്ള 6 ദിവസങ്ങളിൽ രാവിലെ ഉച്ചകഴിഞ്ഞുമായിട്ട് നടത്തിയിരുന്ന പരീക്ഷ പിൽക്കാലഘട്ടം വന്നപ്പോൾ നമ്മുടെ സർക്കാരിനും നമ്മുടെ സർക്കാർ നിയോഗിച്ച പല സമിതികൾക്കും നമ്മളെ കുട്ടികൾക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അല്ലെങ്കിൽ എന്നെ പോലുള്ള ആ കാലഘട്ടങ്ങളിൽ പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് ഈ പരീക്ഷ എഴുതാനുള്ള ഒരു ധൈര്യമില്ല. നമ്മുടെ കുട്ടികൾക്ക് ഈ കാര്യം ചെയ്യാനുള്ള ഒരു ധൈര്യമില്ല. നമ്മുടെ കുട്ടികൾക്ക് പേടിയാണ്. SSLC പരീക്ഷ എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ അവസാനമാണ്. ഈ പരീക്ഷ എഴുതി ഒരു പ്രാവശ്യം തോറ്റു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യണം, ഇല്ലെങ്കിൽ പിന്നെ ലോകമില്ല. ആ ഒരു പേടി നമ്മുടെ അച്ഛനമ്മമാര്, നമ്മളുടെ അധ്യാപകർ, നമ്മളുടെ സർക്കാർ ഉൾപ്പെടെയുള്ള എല്ലാവരും നമ്മുടെ കുട്ടികളിലേക്ക് കുത്തിവെക്കുകയാണ്. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ കാഞ്ഞങ്ങാട് ചാപ്റ്റർ പ്രസിഡന്റ് പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ജോമി ജോസഫ്, PJ സന്തോഷ്, JC P ശ്രീജിത്ത്, JC സജിത്ത്, JC പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. ബന്ദിയോട് അടുക്കത്ത് സലാത്ത് വാർഷികവും മതപ്രഭാഷണവും 7, 8 തീയതികളിൽ നടക്കും. മൂടിബിദ്രിക CVK അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സർവകലാശാല പ്രവേശന പരീക്ഷ 26, 27 തീയതികൾ നടക്കും. ബന്ധപ്പെട്ടവരാണ് ഇക്കാര്യം അറിയിച്ചത്. RTO അദാലത്ത് 31 നടക്കും. RTO ഓഫീസിലാണ് പരിപാടി. പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ബോവിക്കാനത്ത് നടന്നു. നിരവധി പേർ പങ്കെടുത്തു. ഓട്ടോയിൽ കടത്തുകയായിരുന്ന മണൽ പിടികൂടി. തളങ്കര ബാങ്കോട്ടായിരുന്നു സംഭവം. ശ്രീകൃഷ്ണ മന്ദിരം പ്രതിഷ്ഠാ മഹോത്സവത്തിന് ഭക്തിനിർഭരമായ സമാപനം. വിവിധ ദിക്കുകളിൽ നിന്നായി നിരവധി പേരാണ് കാഞ്ഞങ്ങാട്ടേക്ക് എത്തിയത്. കാഞ്ഞങ്ങാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി സമൂഹ സത്യനാരായണ പൂജ നടന്നു. അന്നദാനവും നൽകി. സർമായി പ്രധാന വാർത്തകൾ വീണ്ടും. മണിക്കൂറുകൾ നീണ്ട വൈദ്യുതി മുടക്കം. ജനം വിയർത്തു കുളിച്ചു. വൈദ്യുതി മുടക്കം സ്ഥാപനങ്ങളെയും ഹോട്ടലുകളെയും പ്രതികൂലമായി ബാധിച്ചു. ചൂടുകൊണ്ട് വലയുന്ന ജനങ്ങൾക്ക് വൈദ്യുതി വകുപ്പിന്റെ ഷോക്ക് ട്രീറ്റ്മെന്റ്. വൈദ്യുതി നിയന്ത്രണത്തിന്റെ പേരിൽ ജനങ്ങളെ കൊലവിളിക്കുന്ന അധികൃതരുടെ നിലപാടിനെതിരെ വ്യാപക പ്രതിഷേധം. ഉപ്പുവെള്ളം കത്തുന്നു. യുവമോർച്ച പ്രവർത്തകർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഗരാവോ ചെയ്തു.
ബാർ വിഷയത്തിൽ ഡിവൈഎഫ്ഐ പ്രക്ഷോഭത്തിലേക്ക്. ഡിഫി പ്രവർത്തകർ കാസർഗോട്ട് മന്ത്രി ബാബുവിന്റെ കോലം കത്തിച്ചു. ജില്ലയിൽ വാഹന പരിശോധന കർശനമാക്കുന്നു. നിലവാരമില്ലാത്ത ഹെൽമറ്റ് ധരിക്കുന്നവർക്കെതിരെ നടപടിയുണ്ടാവും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.